റബ്ബറും കാടുകളുടെ നടുവിൽ ഒരു സ്വച്ഛ സുന്ദരമായി ശാന്തരൂപിണിയായിട്ട് ഒഴുകുന്ന ഒരു ചെറിയ അരുവി. അതിൻ്റെ തീരത്തായിട്ട് ഒരു പടുകൂറ്റൻ മുത്തശ്ശിമരം. വെറും മുത്തശ്ശിമരം എന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിൻ്റെ പേരുകളൊക്കെ ഏതാണ്ട് സിമൻ്റ് ഇട്ട് ഉറപ്പിച്ച് വെച്ച സ്ലാബുകൾ പോലെയാണ്, അതും ആർച്ച് രൂപങ്ങളിൽ. ഈ സ്ഥലം എവിടെയാണെന്നല്ലേ? ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന വഴി നമുക്ക് ഈ ഒരു അരുവി കാണാൻ പറ്റും. ഇവിടെ നമുക്ക് വാച്ചർമാരോ പോലീസോ അങ്ങനെയുള്ള ആരും തന്നെ നമ്മളെ ശ്രദ്ധിക്കാനായിട്ടില്ല. ഇറങ്ങുന്നവർ സ്വന്തം റിസ്കിൽ തന്നെ ഇറങ്ങേണ്ടി വരും. കാരണം മലയിൽ മഴവെള്ളം ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ പുഴയിൽ ഒഴുക്ക് വരും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം ഇവിടെ ഇറങ്ങാൻ. ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ആയിട്ട് കുറേ വിസിറ്റേഴ്സൊക്കെ ഉണ്ടായിരിക്കും. അല്ലാതെ ഒറ്റയ്ക്ക് പോയിട്ട് ഇറങ്ങുമ്പോൾ എന്തായാലും ശ്രദ്ധിച്ച് വേണം ഇറങ്ങാനായിട്ട്. പിന്നെ ഇവിടെ അടുത്ത് ചെറിയ ചായക്കടകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതും ഈ ശനി ഞായർ ദിവസങ്ങളിലായിരിക്കും ഉണ്ടാകാനായിട്ട് സാധ്യത. ഇപ്പം റീലുകളിലൊക്കെ കണ്ടിട്ട് കുറേ ആളുകൾ ഇവിടേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ മരത്തിൽ കുരങ്ങന്മാരും മലയണ്ണന്മാരെയൊക്കെ കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാം കേട്ടോ. കണ്ടില്ലേ മുത്തശ്ശിമരം? നമുക്ക് കാടിൻ്റെ നടുവിലുള്ള അരുവിയിൽ ഇറങ്ങാനൊരാഗ്രഹമൊക്കെ ഉണ്ടെന്നുള്ളവർ ഇങ്ങോട്ട് പോന്നാൽ മതിയേ. സെയിം ഫീലിംഗ് ദേ ഇവിടെ കിട്ടും. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസാണ്. തൊട്ടടുത്തൂടെ തന്നെയാണ് റോഡ് പോകുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ അരുവി ഉള്ളത്. വെള്ളമൊക്കെ ഒഴുകി ഈ അരുവിയിലെ കല്ലുകളൊക്കെ നല്ല ഉരുണ്ടിട്ടാണ്. കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്, പക്ഷെ നടക്കാൻ അത്ര വലിയ സുഖമൊന്നുമില്ല. ചെറിയ വഴുക്കലും കാര്യങ്ങളും ഉണ്ട്. ഇറങ്ങുന്നവർ സൂക്ഷിച്ചിറങ്ങുക. പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇടയിൽ ചെയ്തപ്പോലെ കുറച്ച് സീറ്റിങ്സ് ഒക്കെ ഉണ്ട്. നമുക്കതുമൊക്കെ കയറിയിരുന്ന് പുഴയുടെ നടുക്കിരിക്കണ പോലെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഋതു ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നത്. ഞാൻ വിചാരിച്ച ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുന്നു. പക്ഷേ നേരെ ഓപ്പോസിറ്റായിരുന്നു. ആൾക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. വേഗം തന്നെ മേമയുടെ മേത്ത് പൊത്തിപ്പിടിച്ച് കയറിയായിരുന്നു. പൊന്നാണെങ്കിൽ അവളെയും കൊണ്ട് കുറേ വെള്ളത്തിൽ നിർത്തി കളിപ്പിക്കാനൊക്കെ നോക്കി. പക്ഷെ ഒരു രക്ഷയില്ല, ആൾക്കത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എല്ലാവരും പ്രായഭേദമന്യേ വെള്ളത്തിലിറങ്ങി കളിക്കലും ഫോട്ടോസ് എടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ടേണും വന്നു. നല്ല തണുവുള്ള വെള്ളം, അതും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം. നല്ല മഴ പെയ്യുമ്പോഴും ഡാം തുറക്കുമ്പോഴും ഈ അരുവിയിൽ നന്നായിട്ട് വെള്ളം വരുവേ. അതുകൊണ്ട് മഴക്കാലങ്ങളിലൊക്കെ ഇറങ്ങുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ച് വേണം ഇവിടെ ഇറങ്ങാനായിട്ട്. ഫോട്ടോ എടുക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പ്ലേസാണ്. പിന്നെ ഇങ്ങോട്ടുള്ള വഴി ഞാൻ പറയണ്ടല്ലോ, അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഫുള്ള് പച്ചപ്പും ഹരിതാഭയും കാറ്റും തണലും ഒക്കെ. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉള്ള ടൈമിലാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ നമുക്കിത് ഈ റബ്ബറും കാടിൻ്റെ ഉള്ളിൽ കുറേ പുതിയ അരുവികളും കുറച്ച് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. കാരണം മഴയത്ത് വെള്ളം ഒഴുകി വരുമ്പോൾ പല കല്ലിലും മരത്തിലൊക്കെ തട്ടി പല പല കുഞ്ഞരുവികളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ രൂപപ്പെടുന്നതാണ്. മഴയത്ത് വരികയാണെങ്കിൽ ഈ അരുവിയിൽ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം എന്ന് മാത്രം. കാരണം പെട്ടെന്നായിരിക്കും വെള്ളം കുത്തിയൊഴുകി വരിക. അപ്പോൾ ആ കാര്യമൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. അധികം ട്രാഫിക്കും റഷൊന്നും ഇല്ലാത്ത റോഡാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഇങ്ങനെ പോകുമ്പോൾ കുറേ കന്നുകാലിക്കൂട്ടങ്ങളെയും കാണാൻ പറ്റും. ഇതൊക്കെ ഇവിടെ താമസിക്കുന്ന ആളുകളുടെയാണ്. എസ്റ്റേറ്റിൽ പണിയെടുക്കാൻ വരുന്ന കുറച്ച് ആളുകളുണ്ടായിരിക്കും. അവരുടെ പശുക്കളാണ് ഇതൊക്കെ. അവർ ഈ പശുക്കളെ കെട്ടിയിടാറൊന്നുമില്ല. രാവിലെ അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ഈ പശുക്കൾ തന്നെ കൂട്ടിലേക്ക് വന്നോളും. ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ ഈ പശുക്കൾ കൂട്ടായിട്ട് അവരുടെ ഫാമിലേക്ക് പോകുന്നതാണ്. അതാണ് റോഡിൽ ഈ കാഴ്ച. പിന്നെ ആനയൊക്കെ ഇറങ്ങുന്ന റോഡിന് ഇരുവശങ്ങളിലും ജാഗ്രതാ ബോർഡൊക്കെ ഉണ്ട്. സിറ്റിയിലും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു റീഫ്രഷ്മെൻറ്റ് ഫീല് തന്നെയായിരിക്കും. അങ്ങനെ ഞങ്ങൾ റബ്ബർ കാടൊക്കെ താണ്ടി ഇതാ മുളങ്കാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് വേലിപ്പാടത്തുള്ള മുള വികസന കേന്ദ്രമാണ്. ഇവിടെ പല ടൈപ്പിലും നീളത്തിലും വണ്ണത്തിലും രൂപത്തിലും ഭാവത്തിലും ഒക്കെ വ്യത്യാസമുള്ള
പലതരം മുളകളും ഉണ്ട്. നമുക്കിവിടേക്ക് വിസിറ്റ് ചെയ്യാൻ കയറാനും പറ്റും. അതിൻ്റെ ടൈമിങ് നോക്കിയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അവിടേക്ക് കയറാൻ പറ്റും. ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ പറ്റിയ പ്ലേസാണ് ഇവിടെ. ഞങ്ങളങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. പ്രതുവിൻ്റെ സ്കൂള് വേലുപ്പാടത്താണ്. അവന് +2-ൽ നല്ല മാർക്ക് കിട്ടിയത് കൊണ്ട് തന്നെ അവൻ്റെ ഫ്ലെക്സ് സ്കൂളിനും അതുപോലെ പരിസര പ്രദേശങ്ങളിലും വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ആ ഫ്ലെക്സ് നോക്കാനുള്ള തന്ത്രപ്പാടിലാണ്. അങ്ങനെ ഒരു ഫ്ലെക്സ് കണ്ടു. ഇനി കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ വീണ്ടും വേറൊരു ഫ്ലെക്സ് കൂടെ ഉണ്ട്. അങ്ങനെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും പുതിയ യാത്രകളും സ്ഥലങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.